ഹായ്! 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്റ്റഡി ത്രില്ലറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എക്സാമൊക്കെ അല്ലേ? തിങ്കളാഴ്ച നിങ്ങളുടെ ഹിന്ദി എക്സാം അല്ലേ? അപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സാണ്. നിങ്ങൾ പലരും പഠിച്ചു കാണും. ബാബ ഔർ ബാബ കി ചടി എന്ന് പറയുന്ന കവിത. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ്. ഗുൽസാറാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്കിന്ന് ഈ കവിത പഠിക്കാം. കവിതയുടെ ടൈറ്റിൽ ബാബ ഔർ ബാബ കി ചടി. ബാബ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അപ്പൂപ്പൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം കേട്ടോ. ഒരു വയസ്സായ ആൾ, ആ ഒരു രീതിയിൽ എടുത്താൽ മതി ബാബയുടെ മീനിങ്. അപ്പോൾ നമുക്ക് ബാബയ്ക്ക് പകരം എന്തുപയോഗിക്കാം? അപ്പൂപ്പൻ. ഒരു അപ്പൂപ്പനും അദ്ദേഹത്തിന്റെ ഊന്നുവടിയുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ കഥയാണ് ഈ കവിത. സാത്ത് സാത്ത് ചൽത്തേ ഹേ ദോനോ ബാബ ഔർ ബാബ കി ചടി. സാത്ത് സാത്ത് ഒരുമിച്ച്, ചൽത്തേ ഹേ നടക്കുന്നു, ദോനോ രണ്ടുപേരും, ബാബ ഔർ ബാബ കി ചടി ബാബയും ബാബയുടെ ഊന്നുവടിയും. ചടി എന്താണ്? ഊന്നുവടിയാണ്, സ്റ്റിക്ക്. രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് നടക്കുന്നു. സാത്ത് സാത്ത് ചൽത്തേ ഹേ ദോനോ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നു. ആരൊക്കെയാണ്? ബാബ ഓർ ബാബ കി ചടി, അപ്പൂപ്പനും അപ്പൂപ്പന്റെ ഊന്നുവടിയും. പഹലെ വോ കഹ്താ ഹേ ആദ്യം അവൻ പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു. വോയുടെ മീനിങ് എന്താണ്? വോയുടെ മീനിങ് വഹ് എന്നാണ്. വഹ് വഹ് എന്ന് വെച്ചാൽ എന്താണ്? അവൻ, അവൾ, അത്, ആ, ഇങ്ങനെ 4 മീനിങ്ങുകളുണ്ട്. ഈ 4 മീനിങ്ങുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വഹ് ആണ്. വഹ് എന്ന് തന്നെയാണ് വോയുടെയും അർത്ഥം. ഇവിടെ ഇപ്പോൾ വോ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൂപ്പനെയാണ്, അതുകൊണ്ട് നമുക്ക് അവനെന്ന് എടുക്കാം. അപ്പൂപ്പനായതുകൊണ്ട് കുറച്ച് ബഹുമാനം കൊടുക്കാം. അവനല്ല, അദ്ദേഹം. ഓക്കെ. അപ്പോൾ പഹലെ വോ കഹ്താ ഹേ ആദ്യം അദ്ദേഹം പറയുന്നു. എന്തു പറയുന്നു? ചൽ ചൽ ബാഹർ ചൽത്തേ ഹേ വരൂ നമുക്ക് പുറത്തേക്ക് നടക്കാം, വരൂ നമുക്ക് പുറത്തേക്ക് പോകാം, പുറത്തേക്ക് പോയി നടന്നിട്ട് വരാം എന്ന് അപ്പൂപ്പൻ പറയുകയാണ്. ഓർ ഉഡാ ലേത്താ ഹേ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഉഡാ ലേത്താ ഹേ എടുക്കുന്നു. എന്തെടുക്കുന്നു? ചടീക്കോ ഊന്നുവടിയെ എടുക്കുന്നു. അപ്പം വിളിച്ചു എന്ന് കരുതി ഊന്നുവടിക്ക് എണീച്ച് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പൂപ്പൻ എടുത്തില്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പൂപ്പൻ നമുക്ക് പുറത്തു പോകാം എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ എന്ത് ചെയ്യുന്നു? ഊന്നുവടിയെ എടുക്കുന്നു. എവിടെ നിന്ന് എടുത്തേ നോക്കിയേ? ബിസ്തർ പർ ജോ ലേറ്റി ഹുയി തി. ബിസ്തർ പർ, ബിസ്തർ കിടക്ക. ബിസ്തർ പർ, പറിന്റെ മീനിങ് എന്താണ്? ഇൽ എന്നാണ്. ഇൽ അതായത് എന്തിൻ്റെങ്കിലും പുറത്ത് എന്തെങ്കിലും സാധനം വച്ചിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പർ. മേസ് പർ മേശയ്ക്ക് മുകളിൽ, പേട് പർ മരത്തിന് മുകളിൽ എന്നൊക്കെ പറഞ്ഞ് പറയത്തില്ലേ, അതാണ് പർ, അതിന് മുകളിൽ. അപ്പോൾ ബിസ്തർ പർ കിടക്കയ്ക്ക് മുകളിൽ എന്തുണ്ടായിരുന്നു? ലേറ്റി ഹുയി തി കിടക്കുകയായിരുന്നു. ആര്? ചടി. അപ്പോൾ ഊന്നുവടി അപ്പൂപ്പൻ കിടക്കയ്ക്ക് മുകളിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കിടന്ന ഊന്നുവടി അപ്പൂപ്പൻ എന്ത് ചെയ്തു? എടുത്തു. നമുക്ക് പുറത്തു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂപ്പൻ കിടക്കയിൽ നിന്ന് ഊന്നുവടി എടുത്തു. ഫിർ എന്നിട്ട് വോ ഉസ്കാ ഹാത്ത് പകടക്കെ ബാഹർ ലാത്തി ഹേ എന്നിട്ട് എന്താ ചെയ്യുന്നേ? ഊന്നുവടി എന്ത് ചെയ്തു? വോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഊന്നുവടിയെ പറ്റിയാണ്. ഊന്നുവടി എന്ത് ചെയ്തു? ഉസ്ക അദ്ദേഹത്തിന്റെ ഊന്നുവടി അപ്പൂപ്പന്റെ ഹാത്ത് പകടക്ക് കൈ പിടിച്ചുകൊണ്ട് ബാഹർ ലാത്തി ഹേ പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൂപ്പൻ ഊന്നുവടി എടുത്തു. അപ്പോൾ ഊന്നുവടി എന്ത് ചെയ്തു? അപ്പൂപ്പന്റെ കൈ പിടിച്ചുകൊണ്ട് അപ്പൂപ്പനെ പുറത്തേക്ക് കൊണ്ടുപോയി. സാത്ത് സാത്ത് ചൽത്തേ ഹേ ദോനോ രണ്ടുപേരും ഒരുമിച്ച് നടക്കുകയാണ്. ബാബ ഓർ ബാബ കി ചടി അപ്പൂപ്പനും അപ്പൂപ്പന്റെ ഊന്നുവടിയും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത സെൻസ് നോക്കിയേ. ചടി ഫഗാ ദേത്തി ഹേ കോയി ഗലി കാ കുത്ത ഫൗകെ തോ. ചടി ഫഗാ ദേത്തി ഹേ ഊന്നുവടി എന്താ ചെയ്യുന്നത്? ഫഗാ ദേത്തി ഹേ. ഫഗാ ദേന എന്ന് പറഞ്ഞാൽ ഓടിക്കുക. ഊന്നുവടി ഇപ്പോൾ ഇവിടെ ആരെയോ ഓടിക്കുന്നുണ്ട്. ആരെയാന്ന് നോക്കിയേ? കോയി. കോയി മീൻസ് ഏതെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും. ഗലി കാ കുത്ത, കുത്ത പട്ടിയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഗലി എന്ന് പറഞ്ഞാൽ തെരുവാണ്. അപ്പോൾ ഗലി കാ കുത്ത തെരുവിലെ പട്ടി, തെരുവ് പട്ടി. തെരുവ് നായ ശല്യമൊക്കെ അറിയാലോ അല്ലേ? അപ്പോൾ തെരുവ് നായ ശല്യം നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത് പോലെ ഈ അപ്പൂപ്പനും വടിയും കൂടി നടക്കാൻ പോയപ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായി. അപ്പോൾ എന്താ ചെയ്തേ? ചടി ഫഗാ ദേത്തി ഹേ ഊന്നുവടി ഓടിക്കുന്നുണ്ട്. ആരെയാ? കോയി ഗലി കാ കുത്ത ഫൗകെ തോ ഫൗക്കിനെ കുരയ്ക്കുക. ഏതെങ്കിലും തെരുവ് പട്ടി കുരച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഊന്നുവടി ആ പട്ടിയെ ഓടിക്കുന്നുണ്ട്. അപ്പൂപ്പൻ വടിയെടുത്ത് വീശുമ്പോൾ പട്ടി ഓടിപ്പോവും. അത്രേ ഉള്ളൂ. ബാഗ് തലക്ക് ജാത്തേ ഹേ ദോനോ. ബാഗ് സ്കൂൾ ബാഗാണോ? ഗാർഡനാണ്, പൂന്തോട്ടമാണ് ബാഗ്. ബാഗ് തലക്ക്, തലക്കെന്ന് പറഞ്ഞാൽ തക്ക്. തക്കറിയാലോ? വരെ. ബാഗ് തക്ക് പൂന്തോട്ടം വരെ. പൂന്തോട്ടം വരെ എന്ത് ചെയ്തു? ജാത്തേ ഹേ പോകുന്നു. ആര്? ദോനോ രണ്ടുപേരും. രണ്ടുപേരും എന്ത് ചെയ്യാറുണ്ട്? പൂന്തോട്ടം വരെ പോകാറുണ്ട്. തെരുവ് നായ്ക്കളെ കുറിച്ച് കൊണ്ടുവരുമ്പോൾ ഊന്നുവടി അതിനെയൊക്കെ ഓട്ടിക്കാറുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി നടന്നങ്ങോട്ട് പോകും, പൂന്തോട്ടത്തിലേക്ക് പോകും. ദക് ജായേത്തോ. ദക് ജാന മീൻസ് ക്ഷീണിക്കുക. ദക് ജായേത്തോ ക്ഷീണിക്കുകയാണെങ്കിൽ, ക്ഷീണിച്ചു പോവുകയാണെങ്കിൽ എന്ത് പറ്റും? ബാബ അക്സർ, ബാബ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണിച്ചു പോകാറുണ്ട്. അങ്ങനെ ക്ഷീണിച്ചു പോകുന്ന സമയത്ത് ബാബ എന്താ ചെയ്യുന്നത്? ചടി പേ മാതാ ടേക്ക് കെ ബെഞ്ച് പേ ബൈറ്റ് ഫീ ജാത്താ ഹേ. പേയുടെ മീനിങ് എന്താണ്? പേയുടെ മീനിങ് പർ എന്നാണ്. നേരത്തെ പർ പറഞ്ഞില്ല, അത് തന്നെയാണ് ഇവിടെ പേയുടെ മീനിങ്. അപ്പോൾ ചടി പേ ഊന്നുവടിയിൽ, മാതാ ടേക്ക് കെ നെറ്റി മുട്ടിച്ചുകൊണ്ട്, തല മുട്ടിച്ചുകൊണ്ട്, ബെഞ്ച് പേ ബെഞ്ചിന് മുകളിൽ,
ബൈഠ് ഫി ജാത്താ ഹെ ഇരിക്കാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പൂപ്പനും വടിയും കൂടി നടന്നു പോകുന്ന സമയത്ത് അപ്പൂപ്പൻ ക്ഷീണിക്കുകയാണെങ്കിൽ അപ്പൂപ്പൻ എന്ത് ചെയ്യും? ബെഞ്ചിന് മുകളിൽ ഇരുന്നിട്ട് ഊന്നുവടി ഇങ്ങനെ വെച്ചിട്ട് തല ഇങ്ങനെ ചായച്ച് വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, തല ഊന്നുവടിയിൽ ഇങ്ങനെ ഊന്നി വെച്ചുകൊണ്ട് ഇരിക്കാറുണ്ട്. ചടി ഹി ഉടുക്കർ കഫി കഫി ബാബാ കോ ദിഖാത്തി ഹെ, നയാ നയാ ജോ ബൗർ ആയാ ഹെ നയെ നയെ പേടോം പർ. ചടി ഹി ഉടുക്കർ, ഊന്നുവടി തന്നെ എഴുന്നേറ്റിട്ട്, ഉടുക്കർ എഴുന്നേറ്റിട്ട്, ചടി ഹി ഊന്നുവടി തന്നെ എഴുന്നേറ്റിട്ട്, കഫി കഫി ഇടയ്ക്കൊക്കെ, മിക്കപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ബാബാക്കോ ദിഖാത്തി ഹെ, ഇടയ്ക്കൊക്കെ ഊന്നുവടി തന്നെ എഴുന്നേറ്റ് അപ്പൂപ്പന് എന്തോ കാണിച്ചു കൊടുക്കാറുണ്ട്. എന്താണ് അപ്പൂപ്പന് കാണിച്ചു കൊടുക്കുന്നത് നോക്കി? നയാ നയാ ജോ ബൗർ ആയാ ഹെ നയെ നയെ പേടോം പർ. ബൗർ മീൻസ് മാമ്പൂവ്, മാംഗോ ട്രീയിൽ പിടിക്കുന്ന, അതായത് മാവിൽ പിടിക്കുന്ന പൂവാണ്, മാമ്പൂവാണ് ബൗർ. അപ്പോൾ നയാ നയാ ബൗർ ആയാ ഹെ, പുതിയ പുതിയ പൂക്കൾ പിടിച്ചിട്ടുണ്ട്. എവിടെയാ? നയെ നയെ പേടോം പർ, പുതിയ പുതിയ മരങ്ങളിൽ പുതിയ പൂക്കൾ പിടിച്ചു നിൽക്കുന്നത് ഊന്നുവടി അപ്പൂപ്പന് കാണിച്ചു കൊടുക്കാറുണ്ട്. അടുത്ത സെൻസ് നോക്കിയേ. ഏക് കദം ജബ് വോ ചൽത്തി ഹെ, ഏക് കദം വോ ചൽത്താ ഹെ. ഏക് കദം, ഒരു കദം, കദം മീൻസ് ചുവട്, സ്റ്റെപ്പ്. ഇവർ നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പിനെയാണ് ഇവിടെ കദം എന്ന് പറയുന്നത്, ചുവടുകൾ. അപ്പോൾ ഏക് കദം ജബ് വോ ചൽത്തി ഹെ, ഊന്നുവടി ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ, ഏക് കദം വോ ചൽത്താ ഹെ, അപ്പൂപ്പനും ഒരു സ്റ്റെപ്പ് നടക്കുന്നു. അപ്പോൾ ആദ്യം ഊന്നുവടി ഒരു സ്റ്റെപ്പ് നടക്കും, പിന്നെ അപ്പൂപ്പൻ ഒരു സ്റ്റെപ്പ് നടക്കും. രണ്ടുപേരും കൂടി ഒരുമിച്ചല്ലേ പോകുന്നത്, കാരണം അപ്പൂപ്പൻ ഊന്നുവടി പിടിച്ചാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഊന്നുവടി ഒരു സ്റ്റെപ്പ് വയ്ക്കും, അപ്പൂപ്പൻ കാലെടുത്ത് ഒരു സ്റ്റെപ്പ് വയ്ക്കും, വീണ്ടും ഊന്നുവടി ഒരു സ്റ്റെപ്പ് വയ്ക്കും, അപ്പൂപ്പൻ കാലെടുത്ത് വയ്ക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് രണ്ടുപേരും കൂടി നടന്നു പോവുകയാണ്. ഒരു സ്റ്റെപ്പ് ഊന്നുവടി വയ്ക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അപ്പൂപ്പനായിരിക്കും. അങ്ങനെ ബാബ ഓർ ബാബാ കി ചെടി, അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ ഊന്നുവടിയും കൂടി നടന്നു പോകും. ലാസ്റ്റ് സെൻസ് നോക്കിയേ. दोनों में से कोई अकेला चल नहीं सकता, दोनों में से कोई अकेला चल नहीं सकता. दोनों में से രണ്ടുപേരിലും കോയി ഒരാൾക്കും അകേല ഒറ്റയ്ക്ക് ചൽ നഹീ സക്ത നടക്കാൻ കഴിയില്ല. അപ്പൂപ്പന് ഊന്നുവടി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കാൻ പറ്റൂ, ഊന്നുവടിക്ക് അപ്പൂപ്പൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കാൻ പറ്റൂ. അപ്പൂപ്പൻ വയസ്സായ ആളല്ലേ, അപ്പോൾ ഊന്നുവടി ഊന്നി നടക്കാനല്ലാതെ അപ്പൂപ്പന് സ്വയം നടക്കാൻ പറ്റത്തില്ല, അപ്പൂപ്പൻ വീണ് പോകും. പിന്നെ ഊന്നുവടിയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അപ്പൂപ്പൻ പിടിക്കാതെ ഒറ്റയ്ക്ക് ഊന്നുവടി അങ്ങോട്ടെങ്കിലും നടന്നു പോകും? ഇല്ലല്ലോ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചേ നടന്നു പോകാൻ പറ്റത്തുള്ളൂ. ദോനോ മീൻ സെ കോയി അകേല ചൽ നഹീ സക്ത, രണ്ടുപേരിൽ ഒരാൾക്ക് പോലും ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റത്തില്ല, രണ്ടുപേർക്കും ഒരുമിച്ച് മാത്രമേ സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. ഹാത്ത് അഗർ ചൂട്ടേ തോ ദോനോ ഗിർ പടുത്തെ, ഹാത്ത് അഗർ ചൂട്ടേ തോ അഗർ ഹാത്ത് കി പകഡ് അലഗ് ഹോത്തേ തോ, അഥവാ കൈ വിട്ടുപോവുകയാണെങ്കിൽ, ഹാത്ത് മീൻസ് കൈ, അഗർ ഹാത്ത് ചൂട്ടേ തോ കൈയെങ്ങാനും വിട്ടുപോവുകയാണെങ്കിൽ, ദോനോ ഗിർ പടുത്തെ ഹേ, ദോനോ രണ്ടുപേരും എന്ത് ചെയ്യും? ഗിർ പടുത്തെ ഹേ, വീണ് പോകും. അപ്പൂപ്പൻ്റെ കൈ ഊന്നുവടിയിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ അപ്പൂപ്പനും വീഴും, ഊന്നുവടിയും വീഴും. അതാണ് അവസ്ഥ. ഇക് ജവാൻ ഇക് ബൂട്ടാ ഹെ, ബാബ ഓർ ബാബാ കി ചെടി. ഇക് മീൻസ് ഏക്, ഒന്നെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഇക് ഉപയോഗിച്ചിരിക്കുന്നത്. ജവാൻ മീൻസ് യുവാവ്, യങ് ഏജിലുള്ള ആള്. ബൂട്ട അറിയാലോ, വയസ്സായ ആള്. ഇക് ജവാൻ ഒരാൾ യുവാവാണ്, ഇക് ബൂട്ട ഒരാൾ വയസ്സായ ആളാണ്. ബാബ ഓർ ബാബാ കി ചെടി, അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ ഊന്നുവടിയും. ഇവിടെ അപ്പൂപ്പൻ വയസ്സായ ആള് ബൂട്ടായാണ്, അപ്പൂപ്പൻ്റെ വടി എന്താണ്? ജവാൻ, യങ് ഏജിലുള്ള ആളാണ്. ഓക്കെ, ഇത്രയുമുള്ളൂ നമ്മുടെ കവിത. ബാബ ഓർ ബാബാ കി ചെടി തീർന്നു. കവിതയിൽ കുറേ മീനിങ്ങുകളൊക്കെ ഉണ്ട്, അതൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ച് പഠിക്കുക. എക്സാമൊക്കെയാണ്, മീനിങ്സ് ഒക്കെ പഠിച്ചിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ പറയും എക്സാമിന് മീനിങ് ചോദിക്കത്തില്ല. എക്സാമിന് മീനിങ് ചോദിക്കില്ലായിരിക്കും, പക്ഷേ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ലേ? ക്വസ്റ്റ്യൻസ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മീനിങ് അറിഞ്ഞാലേ പറ്റൂ. അതുപോലെ ആൻസർ എഴുതണമെന്നുണ്ടെങ്കിലും മീനിങ് അറിയാമെങ്കിലേ പറ്റൂ. സോ മീനിങ് നന്നായിട്ട് നോക്കി വായിച്ച് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്ത ഹാജി കി കഹാനിയാണ്, അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ക്ലാസ് മിസ്സാവാതിരിക്കാൻ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ മിസ്സായി പോകും. ഓക്കെ.